അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ട്. ആരാധകരെ എല്ലാം വളരെയധികം മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച് തകർത്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ജിതിൻ ജോസ് സംവിധാനം ചെയ്ത സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് നൽകുന്നത്. മമ്മൂട്ടിയുടെ ഈ ഒരു അഭിനയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് ഏത് സിനിമയും അഭിനയിക്കാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു നല്ലൊരു തെളിവാണ്. കാരണം കാതൽ എന്ന് പറയുന്ന സിനിമയിൽ നിന്നും അദ്ദേഹം അഭിനയിച്ച ആ ഒരു റോള് എന്താണ് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും ആരാധകരിൽ നിന്നും തന്നെ മുൾമുനയിൽ നിർത്തുന്നതുമായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ് മമ്മൂട്ടി നമുക്ക് തന്നിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമയ്ക്ക് കൊടുക്കാവുന്ന ഏതൊരു കഥാപാത്രവും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു മനസ്സ് നമുക്ക് മമ്മൂട്ടിയെ അഭിനന്ദിച്ചേ പറ്റൂ. നമ്മുടെ നായകനായിട്ട് വന്നിരിക്കുന്ന വിനായകനാണ്, അതുപോലെ തന്നെ ഇതിന്റെ പ്രതിനായകനായിട്ട് വരുന്നത് മമ്മൂട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും വിനായകന്റെ അഭിനയം എന്ന് പറയുന്നതും മമ്മൂട്ടിയുടെ അഭിനയവും തമ്മിൽ നല്ലൊരു രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിനായകന്റെ അഭിനയം എന്ന് പറയുന്നത് നല്ലൊരു അഭിനയമാണ് കാഴ്ചവെക്കാറുള്ളത്. ഏത് സിനിമ എടുത്ത് നോക്കിയാലും നല്ലൊരു ലെവലിലൊരു അഭിനയം പുള്ളി കാഴ്ചവെക്കാറുണ്ട്. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ വിനായകനും ഈ മമ്മൂട്ടിയും തമ്മിലുള്ള ഈ ഓരോ കണ്ടുമുട്ടലും സിനിമയിൽ ആകാംക്ഷയോട് കൂടിയാണ് ആൾക്കാർ ഇരിക്കുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിനയ രീതിയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം ഒരു തനി വില്ലനിസം, അതായത് വില്ലന്റെ എക്സ്ട്രീം ലെവലിലോട്ടാണ് മമ്മൂട്ടി പോയിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു നായക വേഷമോ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ നമ്മൾ സിനിമയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതായത് ഇതിൽ മമ്മൂട്ടി മൊത്തത്തിലൊരു പൂർണ്ണമായിട്ടൊരു വില്ലൻ റോളാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ചില മമ്മൂട്ടി ആരാധകരെ ചിലപ്പോൾ വിഷമിപ്പിച്ചേക്കാം. ചിലരെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെയും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സന്തോഷിക്കുന്ന പ്രേക്ഷകരും കാണാം.